ടി ജി, ഈ വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ കൂടെ ഒരു ആത്മസമർപ്പണത്തിൻ്റെ കാര്യം നമ്മുടെ സ്പീക്കർ എൻ ഷംസീർ ഓർത്തിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ ഓർത്തില്ല. ആ പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം എന്തോ ചൈന ബന്ധമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ പലരും ആക്ഷേപിച്ചിരുന്നു എന്നൊക്കെ പിണറായി വിജയൻ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അവിടെ ഷംസീർ ഉണ്ടായിരുന്നു ചടങ്ങിൻ്റെ അവിടെ. പക്ഷേ അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് വീട്ടിൽ പോയിട്ടോ ഓഫീസിൽ പോയിട്ടോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ ഉമ്മൻചാണ്ടിയുടെ പ്രയത്നവും ആത്മസമർപ്പണവും ഓർമ്മിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രയത്നം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആത്മസമർപ്പണം എന്ന് പറഞ്ഞ വാക്കിന് വല്ലാത്തൊരു കനമുണ്ട്. എന്തായിരിക്കും ഷംസീർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അത് വളരെ കാഷ്വലായൊരു പ്രയോഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ മലയാളികൾ ഇങ്ങനത്തെ വലിയ വാക്കുകൾ എടുത്ത് ഉപയോഗിക്കാൻ കൗതുകമുള്ളവരാണ്. അപ്പോൾ പ്രയത്നം എന്നുള്ള അർത്ഥത്തിൽ തന്നെ പിന്നെ പ്രയത്നം കഴിഞ്ഞിട്ട് എന്ത് എഴുതും? ആത്മസമർപ്പണം. അപ്പോൾ അത് കൊള്ളാം, അത് ഇച്ചിരി വെയിറ്റുള്ള വാക്കാണ്, അതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ എഴുതിയെന്ന് വരും. പക്ഷേ ഷംസീറിന് ആ സംശയത്തിൻ്റെ ആനുകൂല്യം ഞാൻ കൊടുക്കുന്നില്ല. ഷംസീറിൻ്റെ കഴിഞ്ഞ കുറച്ച് നാളത്തെ സ്പീക്കറായിട്ടുള്ള പെരുമാറ്റം അത് നിയമസഭയിൽ ചോദ്യം ചെയ്തു. എം പി രാജേഷ്, വീണ ജോർജ് ഒക്കെ അവർക്ക് അവസരം കൊടുക്കുന്നില്ല, മറുപടി മുഴുവനാക്കാൻ സമ്മതിക്കുന്നില്ല. വീണ ജോർജ് കഴിഞ്ഞ ദിവസം മൂന്നാമത്തെ തവണ എഴുന്നേറ്റ് നിന്നപ്പോൾ ഒന്നും സംസാരിക്കാൻ അനുവദിച്ചില്ല. മാത്രമല്ല ഇവരുടെയൊക്കെ കൂട്ടത്തിൽ വളരെ സീനിയറാണ് കെ ശൈലജ ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കാറുണ്ട് എന്ന് പറഞ്ഞ് വായിൽ നാക്കിടുകയും മിനിസ്റ്റർ വേഗം വൈൻഡപ്പ് ചെയ്ത് അവസാനിപ്പിക്കൂ എന്നായിരുന്നു ഷംസീറിൻ്റെ പ്രതികരണം. അപ്പോൾ ശൈലജയെ പോലും ഈ ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞു വന്നപ്പോൾ ശൈലജയെ പോലും കട്ട് ചെയ്തു ഷംസീർ. അത് ശൈലജയുടെയും ഈ പറഞ്ഞ പോലെ നല്ല കനമുള്ളൊരു പ്രയോഗമായിരുന്നു അത്. അതെ. അപ്പോൾ അത് ഷംസീർ ശ്രദ്ധിക്കുകയും കട്ട് ചെയ്യുകയും തൻ്റെ സ്പീക്കർ എന്നുള്ള അധികാരം ടെക്നിക്കലി ഒരുപക്ഷെ അങ്ങനെ കറക്റ്റായിരിക്കാം, ഈ കൊടുത്ത സമയത്തിൽ എക്സീഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരു സ്പീക്കർക്ക് വേണമെങ്കിൽ ഒരു റൂളിംഗ് ഒക്കെ കൊടുക്കാം. സമയം നിങ്ങൾക്ക് ആകെ 5 മിനിറ്റാണ് തന്നത്, അതിനപ്പുറത്തേക്ക് നിങ്ങൾ വാചടിച്ചു കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്യും. അത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഭാനാഥനൊക്കെ എഴുന്നേറ്റാൽ, പ്രതിപക്ഷ നേതാവൊക്കെ എഴുന്നേറ്റാൽ സമയം കൊടുത്താൽ മതി. കൊടുക്കാറുണ്ട്, ബാക്കിയുള്ളവർക്ക് കൊടുക്കാറില്ല. പക്ഷേ ഇതൊക്കെ ഈ സ്പീക്കറുടെ ഡിസ്ക്രിപ്ഷനാണ്. ശൈലജ പാർട്ടിയിലും നിയമസഭയിലും സാമാന്യം സീനിയറായിട്ടുള്ളൊരു സ്ത്രീയാണ്, ഒരു തീരെ കൊച്ചുകുട്ടിയൊന്നുമല്ല. അവരുടെ ഒരു ശൈലിയിൽ അവർ പ്രസംഗിക്കുന്നു. വലിയൊരു വാചാടോപമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പറയാനുള്ളത് തന്നെയാണ് അവർ പറഞ്ഞത്. അല്പം ഊന്നൽ കൊടുക്കാനുള്ള സെൻറ്റൻസ് ഒന്നുകൂടെ ആവർത്തിച്ചു. അത് ഞങ്ങൾ ചെയ്യാറില്ല. ഇങ്ങനെ 2 തവണയൊക്കെ പറയുമല്ലോ, എംഫസിസ് കൊടുക്കാൻ. ഇത്രയൊക്കെ ഉള്ളൂ വിഷയം. അത് അവർക്ക് വേണമെങ്കിൽ സമയം കൊടുക്കാമായിരുന്നു ഷംസീറിന്. ബട്ട് ഷംസീറിൻ്റെ ഇറിറ്റേഷൻ വാസ് പാൽപ്പബിൾ ഇൻ ഹിസ് സ്പീച്ച്. വേഗം വൈൻഡപ്പ് ചെയ്യൂ മിനിസ്റ്റർ എന്ന് പറയുന്നതും മിനിസ്റ്റർ സമയം കഴിഞ്ഞ് കേട്ടോ പ്ലീസ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മിനിസ്റ്റർ അല്ലല്ലോ ഇത്, നിയമസഭ സാമാജിക ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ സംഭാഷണത്തിൻ്റെ ടോണിൽ നിന്ന് ഷംസീർ ഇറിറ്റേറ്റഡ് ആയി എന്നുള്ളത് വ്യക്തമായിരുന്നു. സാറ് നോക്കിക്കോളൂ, ഈ ഗണപതി മിത്താണെന്ന് പറഞ്ഞ് തുടങ്ങിയില്ലേ, അവിടെ മുതൽ എനിക്ക് ഷംസീറിന് സംശയമുണ്ട്. ഗണപതി മിത്താണെന്ന് അങ്ങേര് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഐ വാസ് നോട്ട് ഔട്ട്റേജ്ഡ് അറ്റ് ഓൾ. ആരൊക്കെ എന്തൊക്കെ പറയുന്നു. ബട്ട് അതിനുശേഷം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇത് ശ്രദ്ധിച്ചു. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വേറൊരു പ്രസംഗവും പൊങ്ങി വന്നു. അത് അല്ലാഹുവിനെ മഹത്വവൽക്കരിച്ച്, മുഹമ്മദിനെ മഹത്വവൽക്കരിച്ച്, മറ്റെല്ലാ കാര്യങ്ങളും ഇങ്ങനെ മഹത്വം. അതിലെ ആവേശം കാണേണ്ടതായിരുന്നു. ഒരു യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആവേശം, ശ്വാസം വിടാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന. വെള്ളിയാഴ്ച നേരത്തെ പിരിയണം എന്നും പറഞ്ഞു അല്ലേ? വെള്ളിയാഴ്ച നേരത്തെ പിരിയുന്നത് ഒരു റൂളാക്കി മാറ്റിയല്ലോ അവർ. സഭ തന്നെ വെള്ളിയാഴ്ച 12:30 വരെ പണ്ടേ തൊട്ടേ അങ്ങനെയാണ്. അത് കഴിഞ്ഞു, എല്ലാവർക്കും വീട്ടിൽ പോകണം. അപ്പോൾ ഉച്ചയ്ക്ക് ക്ലാസ് വിടുന്നു. ആ ക്ലാസ് നടന്നാലെന്താ, നടന്നില്ലെങ്കിലെന്താ. അതിനകത്തൊരിളവാണ് പുള്ളി ചോദിച്ചത്. ഈ
ദിവസവും ഉള്ള അടിയന്തര പ്രമേയം എന്നുള്ള ഈ അടിയന്തരമുണ്ടല്ലോ, പ്രമേയം വെള്ളിയാഴ്ച ഒഴിവാക്കിക്കൂടെ? അർത്ഥശൂന്യമായ ആ അടിയന്തരം വെള്ളിയാഴ്ച ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രയും കൂടെ ബിസിനസ് നടക്കും. അത് ഞാനൊരു സംശയത്തിൻ്റെ ആനുകൂല്യം ഷംസീറിന് കൊടുക്കാം. ബട്ട് പൊതുവേ എൻ്റെ അസസ്മെൻറ്റിൽ ഷംസീർ പാർട്ടിയുടെ ഒരു നടപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മുസ്ലിം ലീഗിലേക്ക് ചാടാൻ. മുസ്ലിം ലീഗിലേക്ക് അക്സെപ്റ്റബിളായൊരു ക്യാരക്ടറായിട്ട് ഷംസീറിന് പോകാൻ പറ്റും. ഈ ടെമ്പോ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരിക, പാർട്ടിയിൽ ചർച്ച വരും, ആദ്യം ഒന്ന് ജാഗ്രതക്കുറവ് സംഭവിച്ചു എന്ന് സമ്മതിക്കുക, പിന്നെ കുറച്ചുകൂടെ ടഫ് ലൈൻ കൂടെയാണ് ഉറപ്പിക്കുക. 2000 ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് 26-ലല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇതൊരു എക്സ്പ്ലോസീവ് ലെവലിലേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് പാർട്ടി വിട്ടിട്ട് നേരെ മുസ്ലിം ലീഗിലേക്ക് ചാടുക. മുസ്ലിം ലീഗ് മിക്കവാറും സമ്മതിക്കും. മാത്രമല്ല അടുത്ത തവണ UDF അധികാരത്തിൽ വരുന്നൊരു ഇമ്പ്രഷൻ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഷംസീറിന് മന്ത്രിയാകാനും പറ്റും. ഇത്തവണ പാർട്ടി മന്ത്രി ആക്കിയില്ല. കാരണം മുഹമ്മദ് റിയാസിനെയല്ലേ ആക്കിയേ. ഇയാൾ സീനിയറാ, റിയാസ് കന്നി MLA അല്ലേ? അതെ ഷംസീർ എന്തുകൊണ്ട് സീനിയറാണ്? ഇപ്പോൾ അത് സംസാരത്തിൽ സെക്രട്ടേറിയറ്റിലെടുത്തില്ല, സംസാരത്തിൽ സീനിയറാണ്, പെരുമാറ്റത്തിൽ സീനിയറാണ്, ധാർഷ്ട്യത്തിൽ സീനിയറാണ്, അടിപിടിയിൽ സീനിയറാണ്. ഞാൻ ഈ ഷംസീറിനെ ആദ്യം നേരിട്ട് കാണുന്നത് TV ചർച്ചയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നേരിട്ട് ഞാൻ കാണുന്നത് കാരായി ബ്രദേഴ്സിന് ജാമ്യം എടുക്കാനായിട്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ AN ഷംസീർ ഹാജരായി. വക്കീലായിട്ടില്ല, ഷംസീറും വക്കീലാണെന്ന് തോന്നുന്നു, പക്ഷേ വക്കീൽ വേറെ ഉണ്ടായിരുന്നു. ബട്ട് ഷംസീർ കാണാനും വലിയ തടിയും പൊക്കമൊക്കെ ഉള്ള ആളാണല്ലോ. വന്ന് നിന്ന് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കും. അങ്ങനെയാണ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഷംസീറാണ്. കാരായിമാരെ ജാമ്യത്തിലെടുക്കാൻ 2 കാരായിമാരും ജയിലിലായിരുന്നു, ജാമ്യം നിഷേധിച്ചു എന്ന് തോന്നുന്നു. ബട്ട് ഷംസീർ വാസ് ദെയർ. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഷംസീർ വിദഗ്ധനാണ്. ഇത്രയും വൈദഗ്ധ്യമൊക്കെ ഉണ്ടായിട്ടും ഒട്ടും സംസാരിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് ഷംസീറിനെ ഇരുത്തുക. ഈ സ്പീക്കറുടെ ഒരു ഗതികേടാണല്ലോ. വളരെ നന്നായിട്ടും ഭംഗിയായിട്ടും ഒക്കെ പ്രസംഗിക്കണം, യുവന്മാരെയൊക്കെ അടിച്ച് നിരത്തണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും സ്പീക്കർക്ക് അത് സാധ്യമല്ല. അങ്ങനെ മിണ്ടാതിരിക്കാനേ പറ്റുള്ളൂ. ഏറ്റവും കുറവ് സംസാരിക്കുന്ന ആളിനെയാണ് നമ്മൾ സ്പീക്കർ എന്ന് വിളിക്കുന്നത്. അതൊരു വിധി വൈപരീത്യമാണ്. എന്തുകൊണ്ടാണ് സ്പീക്കറുടെ സ്ഥാനത്തിരുന്ന ചില ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറയാൻ പറ്റും. അത് പ്ലീസ് നോ എന്നൊക്കെ പറയാം. അതൊക്കെ പറയാൻ പറ്റും. പിന്നെ ഒരു എല്ലാവരും സാറെന്ന് വിളിക്കും. പിണറായി വിജയൻ വരെ സർ എന്ന് സംബോധന ചെയ്യുള്ളൂ, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. പിണറായി വിജയൻ പലപ്പോഴും സർ കൂട്ടാതെ തന്നെ ചെയർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും പറയാതിരിക്കുക. അതാണ് പിണറായിയുടെ സ്റ്റൈൽ. ബട്ട് അതൊരു ഈ പദവി കിട്ടുന്ന ഒരു സാധനമാണ്. ബട്ട് അത് പൊള്ളയുമാണ്. ഈ സ്പീക്കർ വിചാരിച്ചാൽ എന്ത് നടക്കുമെന്നാണ്. നമ്മൾ ഈ 2 സ്പീക്കർമാരെയും കാണുന്നില്ല, ലോക്സഭയിലും നിയമസഭയിലും. ഇവർ വിചാരിച്ചാൽ ആരെങ്കിലും പ്രസംഗം നിർത്തുകയോ തുടങ്ങുകയോ എന്തെങ്കിലും ചെയ്യുക. ഒന്നുമില്ല. ബഹളം വയ്ക്കാനുള്ള ഒരു ബഹളം വയ്ക്കും, പ്ലക്കാർഡ് കാണിക്കാനുള്ള അത് ചെയ്യും, ഉന്തും തള്ളും ഉണ്ടാക്കും. ശിവൻകുട്ടിയൊക്കെ ചെയ്ത പോലെ മുണ്ടിപ്പോൾ അഴിച്ചു കളയുമെന്നുള്ള ഭാവത്തിൽ വരെ നിൽക്കും. പണ്ടഴിച്ച് കളഞ്ഞ ചരിത്രമുണ്ട്. ഷംസീറിന് ഉള്ള ഒരു ഗുണമായിട്ട് ഇപ്പോൾ ആളുകൾ പറയുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടി അദ്ദേഹം മറുപടി പറഞ്ഞു ഒരു അടിയന്തര പ്രമേയത്തിൻ്റെ. അത് ഒരു പ്രശ്നമുണ്ട് സാറിന്, അതൊരു ഈഗോ പ്രശ്നമാണ്. KK രമയ്ക്ക് ആരും മറുപടി കൊടുക്കും, പിണറായി വിജയൻ അതിന് തയ്യാറല്ല. അത് ഇന്നലെയും അദ്ദേഹം അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരെണ്ണത്തിൽ ആ സമയത്ത് പുള്ളി സഭയുടെ പുറത്തേക്ക് പോകും. പിണറായി വിജയൻ കുലംകുത്തി എന്ന് പറഞ്ഞാൽ കുലംകുത്തി എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാണ്. പിണറായി വിജയൻ റൈറ്റ് ഓഫ് ചെയ്തൊരു ക്യാരക്ടറാണ് KK രമ. ഒരു പക്ഷേ TP ചന്ദ്രശേഖരൻ്റെ കൂട്ടത്തിൽ വധിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ തൊട്ടടുത്ത് വധിക്കപ്പെടേണ്ട ഒരു സ്ത്രീയായിട്ടാണ് പിണറായി വിജയൻ രമയെ കാണുന്നത്. രമ RMP എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് രമ UDF പോയതുകൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. RMP ആയിട്ട് ജീവിച്ചിരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. RMP മാത്രമായിട്ട് UDFുമായിട്ട് ചേരാൻ പറ്റില്ല. അവർ പിന്തിരിപ്പൻ ബൂർഷ്വാ കക്ഷി ഇതൊക്കെയാണല്ലോ. RMPയുടെ തത്വം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ബൂർഷ്വാ കക്ഷികളാണ്. ബട്ട് നിവൃത്തികേടുകൊണ്ട് കൂടെ നിൽക്കുന്നു. ഇത് പരസ്യമായ രഹസ്യമാണ്. ഇപ്പോൾ RMPയിൽ സത്യസന്ധന്മാരായ എത്രയോ നേതാക്കന്മാരുണ്ട്.
ഫോർ എക്സാമ്പിൾ KS ഹരിഹരൻ. സാർ ചോദിച്ചു നോക്കുക, അവരൊക്കെ പറയാം ആണ്, പിന്തിരിപ്പനാണ്, ബൂർഷ്വയാണ്, ഞങ്ങൾക്കറിയാം കോൺഗ്രസ് അങ്ങനെയാണ്, UDF അങ്ങനെയാണ്, ബട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? പിടിച്ചു നിൽക്കണ്ടേ? നിലനിൽപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവർ കൂടുന്നത്. ഇതുകൊണ്ടാണ് ഈ പിണറായി വിജയൻ ഇവരെ കൊല്ലിക്കാനും പറ്റാത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ തട്ടിക്കളഞ്ഞാനും. സാർ എന്താ വിചാരിച്ച് ഇവരുടെയൊക്കെ ക്രൂരതയെപ്പറ്റി? അസാമാന്യ ക്രൂരന്മാരാണ് റിയലി. അപ്പോൾ അത് പിണറായി വിജയൻ അവർക്ക് മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് വലിയ കുറച്ചിലാണ്. അതുകൊണ്ട് പുള്ളി ആരെങ്കിലും, ഷംസീർ ആരെങ്കിലും പറഞ്ഞു, ഞാൻ പറയില്ല, ബട്ട് നിയമസഭാ ചട്ടങ്ങൾ അനുസരിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ പലരോടും പല സഹാക്കളോടും നിങ്ങൾ മറുപടി പറയൂ എന്ന് പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഷംസീറിൻ്റെ തലയ്ക്ക് വന്നായിരിക്കും. അങ്ങനെയും ആകാം, അങ്ങനെ. പക്ഷേ സാധാരണഗതിയിൽ പിണറായി നിങ്ങൾ മറുപടി പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറയുന്ന ആരുമില്ല. ചെറുതായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലൊക്കെ എന്താ സാറി പറയും, വെറുതെ ഈ പത്രക്കാർ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന കഥകളാണ്. സംസ്ഥാന യോഗത്തിൽ വിമർശനമുയർന്നു. ഒരു വിമർശനം ഉണ്ടായിട്ടില്ല. അത് ഈ പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ അൺപോപ്പുലർ ഡിസിഷൻ എടുക്കും, അപ്പോൾ വലിയ ബഹളം നടക്കും. അപ്പോൾ പിറ്റേ ദിവസം ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ടൈംസാണ് അതിൻ്റെ പത്രം, അവർ അതിൽ വാർത്ത വരും, സോണിയ ഈസ് അപ്സെറ്റ്. എന്നുവെച്ചാൽ ഒരു കറക്റ്റീവ് ഫോഴ്സ്, ഭരണകക്ഷിയും പ്രതിപക്ഷവും അവർ തന്നെയാണ്. ഭരണകക്ഷിയെ മോണിറ്റർ ചെയ്യുന്ന ഒരു കക്ഷിയാണ് നമ്പർ 10 ജൻപത്ത്. സോ നമ്പർ 10 ജൻപത്ത് ഈസ് അപ്സെറ്റ്. ഒരു തവണ മൻമോഹൻ സിംഗിന് പരസ്യമായിട്ട് അന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചല്ലോ. അതെ, ചെയ്തു. മൻമോഹൻ സിംഗ് ഇറക്കിയ ഓർഡിനൻസ് പരസ്യമായിട്ട് അജയ് മാക്കൻ്റെ കയ്യിൽ നിന്ന് വലിച്ചു കീറി കളഞ്ഞു. അജയ് മാക്കൻ ഓർഡിനൻസിനെ ജസ്റ്റിഫൈ ചെയ്ത് പത്രസമ്മേളനം നടത്തുന്നു. ആ ഓർഡിനൻസ് രാഹുൽ ഗാന്ധി കയറിയിട്ട് പിച്ചി കീറി കളയുന്നു. ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ. ഭരണകക്ഷിയും ഞാൻ തന്നെ, പ്രതിപക്ഷവും ഞാൻ തന്നെ. ഇപ്പോൾ ഈ കളി കേരളത്തിലും നടക്കും. അത് നടന്നു എന്ന് വരുത്താനായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളും സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. എന്ത് രൂക്ഷ വിമർശനം? ഒരു മണ്ണാങ്കട്ടയില്ല. ഞാനിത് എനിക്ക് കൊണ്ടല്ലോ കുറച്ച് പത്രപ്രവർത്തക സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് ചോദിക്കും. ഒന്നുമില്ല സാറേ, വാർത്തയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കി അങ്ങ് വിട്ടു. ഇതൊക്കെ ഓരോ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. EP ജയരാജൻ സീതാറാം യെച്ചൂരിയെ വിമർശിച്ചു, തെറി പറഞ്ഞു, തുണിവെക്കി കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ PK മണികണ്ഠൻ മാതൃഭൂമിയിൽ ബൈലൈൻ വെച്ച് വാർത്ത കൊടുക്കുന്നു. അത് കള്ളമാണെന്ന് ആർക്കാർ അറിഞ്ഞുകൊണ്ടത്. പിന്നെ PK മണികണ്ഠൻ ഒരു കോക്കസിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് അയാളെ ഒന്നും ചെയ്യുമൊന്നുമില്ല. ജയരാജൻ പറഞ്ഞു ഞാൻ മാനനഷ്ട കേസ് കൊടുക്കുമെന്നൊക്കെ. ഇതിനൊന്നും മാനനഷ്ട കേസ് കൊടുക്കാനും പറ്റില്ല സാറിന്, എനിക്കറിയാമല്ലോ. സംസാരിച്ച ആൾ സംസാരിച്ചില്ല എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ സംസാരിച്ചില്ല എന്ന് വെച്ചു, അതിൽ മാനനഷ്ടം എന്താ? മോഹൻദാസ് മിണ്ടാതിരുന്നു, ഞാൻ മിണ്ടാതിരിക്കുകയാണ് ഒരു മീറ്റിങ്ങിൽ, സാറ് റിപ്പോർട്ട് ചെയ്യുന്നു. ആണെങ്കിൽ EP ജയരാജൻ ശരി ഞാൻ ഇങ്ങനെ വിമർശിച്ചു എന്ന് പറഞ്ഞു വരുന്നത് ഒരു ക്രെഡിറ്റ് ആണല്ലോ, കിടന്നോട്ടെ എന്ന് വിചാരിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ഈ പറയണ മാതിരി ഒന്നും അല്ല സാർ കാര്യങ്ങൾ. സെൻട്രൽ കമ്മിറ്റിയിൽ യെച്ചൂരിയെ വിമർശിക്കാൻ, അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ വിമർശിക്കാനുള്ള ആ ഒരു സാമർഥ്യമൊന്നും ജയരാജനില്ല. അതുകൊണ്ടാണ് ഞാൻ, നമുക്കറിയാമല്ലോ ജയരാജനെ, നിഷ്കളങ്കനും. ഇപ്പോൾ ഒരു കണ്ണൂർ CPM രാഷ്ട്രീയക്കാരൻ, അതിനപ്പുറത്തേക്ക് സാമർഥ്യമൊന്നുമില്ല. യെച്ചൂരിയെ വിമർശിക്കണമെങ്കിലും ഒന്ന് ഇംഗ്ലീഷ് അറിയണം. അതല്ലെങ്കിൽ ആ വിമർശനം ഏക്കില്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തർജ്ജമ ചെയ്ത് കൊടുക്കാൻ എന്തുവായിക്കോട്ടെ. കൊല്ലത്തെ ചർച്ച കൊണ്ട്, സെൻട്രൽ കമ്മിറ്റിയിലെയും PBയിലെയും ചർച്ച കൊണ്ട് യെച്ചൂരി മലയാളം പഠിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടാവും, പക്ഷെ പറയാനൊന്നും പറ്റില്ല. ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ലോ. ഞാൻ പറയുന്നത് ഈ ഇങ്ങനെ CPMനുള്ളിൽ ഒരു പ്രതിപക്ഷമുണ്ട് എന്ന് വരുത്തേണ്ട താല്പര്യം പത്രക്കാർക്കും ഉണ്ട്. ഇപ്പോഴും കമ്മ്യൂണിസം എന്ന, ഇടതുപക്ഷം എന്ന നന്മ, ഇടതുപക്ഷം എന്ന ഹൃദയപക്ഷം, അത് ഇപ്പോഴും അതിലുണ്ട്. ഇയാൾക്കില്ലെങ്കിൽ അയാൾക്കുണ്ട്. ആര്യ രാജേന്ദ്രനില്ലായിരിക്കാം, പക്ഷേ ആനാവൂർ നാഗപ്പനുണ്ട്. ആനാവൂർ നാഗപ്പനാണ് ആര്യ രാജേന്ദ്രനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നന്മ വിളയാടും പാർട്ടിക്കുള്ളിൽ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരാവശ്യമുണ്ട്. അതല്ലാതെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സെൻട്രൽ കമ്മിറ്റിയിലോ പോളിറ്റ് ബ്യൂറോയിലോ ഒരു മനുഷ്യൻ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കിയിട്ട് വിമർശന സ്വരത്തിൽ ഒന്നും പറയില്ല. സാർ ഇവർക്കൊക്കെ ചായ കുടിക്കണ കാശ് ആ മനുഷ്യൻ്റെ പോക്കറ്റിൽ നിന്ന് കൊടുക്കണം.
പിണറായി വിജയൻ്റെ ധാർഷ്ട്യം എത്രയാണെന്ന് സാറിന് അറിയാമോ? മൈക്ക് ഹൗൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പൊട്ടിത്തെറിക്കുന്ന ധാർഷ്ട്യമാണ് ആ മനുഷ്യന്. ബൈ നേച്ചർ അങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ട് 70s ഈ മനുഷ്യനെ, പിണറായി വിജയനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നിയമസഭയ്ക്കുള്ളിൽ, പഴയ നിയമസഭ, പഴയ സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ, അവിടെ മേശപ്പുറത്ത് കാലെടുത്ത് 2 കാലും മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു, എന്നിട്ടിങ്ങനെ ചാരിക്കിടക്കുന്നു. തൊട്ടടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഗുരു എം വി രാഘവൻ. അന്നും എം വി രാഘവൻ മോശമൊന്നും ആയിട്ടില്ല. എം വി രാഘവൻ പിണറായി വിജയനേക്കാൾ വളരെ സീനിയറൊക്കെ ആയിട്ട് വിളയാടുന്ന കാലം. എം വി രാഘവൻ ഇതുപോലെ കാലം മുകളിൽ വെച്ചിരിക്കുന്നു, ചാരിക്കിടക്കുന്നു, തൊട്ടടുത്ത് പിണറായി വിജയൻ. ഇങ്ങനെ കാല് മുകളിൽ വെച്ച്, പഴയ നാടകങ്ങളിൽ പറയുമല്ലോ, കാലുകൾ കാണിച്ച് പ്രവേശിക്കുന്നു. അങ്ങനെ എൻ്റെ മനസ്സിൽ പ്രവേശിച്ച ആളാണ് പിണറായി വിജയൻ. അന്ന് മുതൽ ഐ ഹാവ് ഒബ്സർവ്ഡ് ഹിസ്, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, അത് പോടാപ്പില്ല എന്നുള്ള, പിന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതൊക്കെ ആത്മാർത്ഥമായിട്ടാണ് വരുന്നത്. അല്ല, ഈ ഉമ്മൻചാണ്ടി, അതാണല്ലോ നമ്മുടെ വിഷയം. ഈ ഷംസീർ പറഞ്ഞത്, ഉമ്മൻചാണ്ടിക്ക് ഒരു വലിയ ആത്മസമർപ്പണം ഈ വിഴിഞ്ഞം പദ്ധതിയിലില്ലേ? ആത്മസമർപ്പണമൊന്നുമില്ല. ഞാൻ പറയട്ടെ സാർ, ഈ വിഴിഞ്ഞം പദ്ധതി തുടങ്ങിയ കാലത്ത് ഞാൻ നോക്കി 7 വെബ്സൈറ്റ് മറ്റുണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ തന്നെ. 7ലും വിഴിഞ്ഞം പദ്ധതിയുടെ ആഴം പല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ചിലർ 14 മീറ്റർ, ചിലർ 18 മീറ്റർ, ചിലർ 21 മീറ്റർ, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടൊക്കെയാണ്. ഒരു നാഥനില്ല കളരി പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു അത്. പിന്നെ അതിന് ടെൻഡർ കൊടുത്തു. 3 പേര് ടെൻഡർ എടുത്തു, അദാനി അടക്കം. 2 പേര് പിന്മാറി. സിംഗിൾ ടെൻഡർ ബേസിൽ ഇത് അദാനിക്ക് പോകുന്നു. ഡൽഹിയിൽ കെ വി തോമസിൻ്റെ ഫ്ലാറ്റിൽ വെച്ച് എന്തോ ഈ നമ്മൾ ആരുടെയോ വഞ്ചി കുത്തുമ്പോൾ കുത്തും, എത്തുമ്പോഴെത്തും എന്ന് പറയില്ല. അതൊരു നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ഊന്നലുണ്ട്. ഭരണം മാറിയാലും മാറിയില്ലെങ്കിലും ഒരു സ്പീഡുണ്ട്. അങ്ങനെ പോയി ഇവിടെ എത്തി. ഇതാണ് ഇതിൻ്റെ കഥ. അല്ലാതെ ആരും ഇത് ആക്സിലറേറ്റ് ചെയ്തിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അദാനിക്ക് ചെയ്യണമെന്ന് തോന്നി, അദാനി ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ ഷംസീർ തൃപ്തിപ്പെടുത്തിയതിനൊരു പശ്ചാത്തലമുണ്ട്. കാരണം ഉമ്മൻചാണ്ടിയെ ഇവിടെ പേര് ഈ സർക്കാർ ഈ കാര്യത്തിൽ പറയുന്നില്ല എന്നുള്ളതുകൊണ്ട് എന്തോ ഒരു കരുതിനൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് UDF കോൺഗ്രസ്സുകാർ. ജില്ല തോറും പ്രകടനം നടത്താൻ പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞുകൂടി, അല്ല, UDFിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്നല്ലേ TG പറഞ്ഞത്, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ ഇപ്പം തന്നെ ഒരു മുഴം നേരത്തെ എറിയുന്ന പരിപാടിയില്ലേ ഇത്? അതെ. അത് മുസ്ലിം ലീഗിലെ ബുദ്ധിമാന്മാർ ഷംസീറിനെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും. നീ ഇന്നത് ചെയ്യണം, അയ്യോ അത് വേണം, നീ ആത്മസമർപ്പണം എന്ന് എഴുതാം. ആത്മസമർപ്പണം അതെനിക്ക് എഴുതാനും അറിയാമല്ല, ഞാൻ ഡ്രാഫ്റ്റ് എഴുതി അയക്കാം, നീ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ പെരുന്നാളൊക്കെ വരുമ്പോൾ ആത്മസമർപ്പണത്തിൻ്റെ നാളുകൾ എന്നൊക്കെ ശീർഷകം കാണാറുണ്ട്. അതൊക്കെ വലിയ, പക്ഷെ സാധാരണക്കാർ എഴുതാറില്ലല്ലോ. പത്രക്കാർ തലക്കെട്ട് കൊടുക്കും എന്നുള്ളതല്ലാതെ സാധാരണ മനുഷ്യൻ ഉപയോഗിക്കുന്ന വാക്കാണ് ആത്മസമർപ്പണം. ഉപയോഗിക്കാറില്ല. അതൊക്കെ പത്രക്കാരുടെ ഭാഷയാണ്. സാധാരണ മനുഷ്യൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അതിനിത് ഷംസീർ എഴുതിയതാണെന്ന് പറഞ്ഞു. അല്ല, എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഷംസീറിൻ്റെ പേരിൽ വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിനാണല്ലോ ഉത്തരവാദിത്വം. അപ്പം ഞാൻ നോക്കിയിട്ട് ഇതല്ലാതെ വേറൊരു കൺക്ലൂഷൻ എത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല ഇദ്ദേഹം മുസ്ലിം ലീഗിലേക്കുള്ള വഴിയാണെന്ന്. പക്ഷേ വേറെ ഏത് വഴിക്കാണ് എന്ന് എനിക്ക് ഉറപ്പില്ല. ഇതൊരു പ്രതിപക്ഷ സ്വരമാണ്, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ ഒരു ചെറിയ പ്രതിഷേധമാണ് എന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറില്ല. ഒരു പ്രതിഷേധവും പാർട്ടിക്കുള്ളിൽ വെച്ച് വാഴിക്കുന്ന ആളല്ല പിണറായി വിജയൻ. ഒരാൾക്കും അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ ധൈര്യമില്ല. അവിടെ ഇവിടേക്ക് സംസാരിച്ചു എന്ന് പറഞ്ഞ് പത്രക്കാരെ കൊണ്ട് ഇടിയിക്കുന്നതാണ്. പറയുന്നതിലൊരു പോയിന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ അങ്ങേർക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ ആ ഇളവ് പ്രശ്നത്തിൽ പൈസക്ക് ജി സുധാകരൻ അവരെയൊക്കെ വെട്ടി, ശൈലജയെ വെട്ടാൻ നോക്കി. പക്ഷേ ശൈലജ ജില്ലാ കമ്മിറ്റിയുടെ അകത്ത് ഫൈറ്റ് ചെയ്ത് മട്ടന്നൂരിൽ നിന്നു. അപ്പോൾ ഷംസീറിന് ചിലപ്പോൾ അടുത്ത തവണ സീറ്റ് കിട്ടിയില്ല എന്ന് വരാം. അങ്ങനെ വന്നു എന്ന് വരാം. LDFിൽ കിട്ടിയില്ല എന്ന് വരാം. കിട്ടിയില്ലെങ്കിൽ ഷംസീറിനൊരു ഓപ്ഷൻ വേണ്ടേ? അതെ, ഷംസീറിനും ഒരു വേ ഔട്ട് മനസ്സിൽ കണ്ടുപോയിക്കണം. ഷംസീർ ഇസ് വെരി യങ്. അതെ, ഹീ ഫീൽസ് ഐ ആം എൻറ്റൈറ്റിൽഡ് ടു ബിക്കം എ മിനിസ്റ്റർ. I was denied the chance, and this fellow was given his son-in-law, എന്താ അയാളുടെ പേര്, മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസിന് എന്താ കൊമ്പുണ്ടോ? എനിക്കില്ലാത്ത എന്ത് യോഗ്യതയായിട്ടുള്ളത്?
മറ്റേ പുള്ളിയുടെ മകളെ കെട്ടി എന്നുള്ളതല്ലാതെ വേറെ യോഗ്യതൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഷംസീർ ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ ഷംസീർ വളരെ ഡെയറിങ്ങുമാണ്. അതൊക്കെ അതെ. അപ്പോൾ നമുക്ക് ആശംസിക്കാം, ഷംസീർ പച്ച പിടിക്കട്ടെ മുസ്ലിം ലീഗിൽ. പച്ച പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ, നമ്മളൊരു കാര്യം നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് സാർ, ഒരു ട്രജക്ടറി നോക്കിയിട്ടാണ്. ഇതിൻ്റെ തുടക്കം, ഇത് പോകുന്ന വഴി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് മുസ്ലിം ലീഗിലേക്ക് അല്ലാതെ വേറെ വഴിതിരിയാൻ കാണുന്നില്ല. മാത്രമല്ല മലബാറാണല്ലോ, സ്വാഭാവികമായിട്ട് ഈ നദി ഒഴുകി മുസ്ലിം ലീഗ് കടലിൽ അലിയണം. അതല്ലാതെ ആ നദിക്ക് വേറെ മാർഗ്ഗമില്ല. അതല്ലെങ്കിൽ ഇടയ്ക്ക് ആരെങ്കിലും തടയണ കെട്ടിയിട്ട് ഇപ്പുറത്ത് തന്നെ ഈ നദിയെ പ്രത്യേക സ്റ്റാറ്റസോടെ സംരക്ഷിക്കണം. അത് ചെയ്യാൻ ഇപ്പോൾ പാർട്ടിയിലായിരുന്നു. ഈ ഉമ്മൻചാണ്ടിയെ പറ്റി ആത്മസമർപ്പണം എന്നൊരു വാക്ക് ഉപയോഗിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ പിണറായി വിജയൻ്റെ നെറ്റി എത്ര ചുളിഞ്ഞു കാണുമെന്നറിയാം. ഈ ആത്മസമർപ്പണത്തിന് പകരം അദ്ദേഹത്തിന് പ്രിയപ്പെട്ട വാക്ക് ഉമ്മൻചാണ്ടിയെ വിളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എത്ര സന്തുഷ്ടനാകുമായിരുന്നു. സോ അത് ആ ആത്മസമർപ്പണം ഒരു വെല്ലുവിളിയാണ് എന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല പിണറായി വിജയനെ ഒന്ന് പൂരിപ്പിക്കാൻ നോക്കിയതാണ് ഷംസീർ. ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി എന്നല്ലേ പിണറായി വിജയൻ വിചാരിക്കൂ. അല്ല, ഇപ്പം പൂരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ അതിൽ പിണറായി എന്തുകൊണ്ട്, ഞാൻ പറയട്ടെ സാർ, അച്യുതാനന്ദൻ്റെ പേര് വരണ്ടേ? എന്താ ഷംസീർ അച്യുതാനന്ദൻ്റെ പേര് പറയാൻ? അത് പറയില്ല. അപ്പോൾ ദാറ്റ് ഈസ് ദ പൊളിറ്റിക്സ്. കാരണം ഇത് UDFിലേക്കാണെന്ന് എനിക്ക് തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ, ഇയാൾക്കിപ്പോൾ ഇങ്ങനെ എഴുതണമെന്ന് വെച്ചോ, പിണറായി പറയാൻ വിട്ടുപോയ വാക്കുകൾ ഇയാൾക്ക് ചേർക്കണം, മഹാന്മാർ. അങ്ങനെയാണെങ്കിൽ ഹി മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് നയനാർ. ഇൻഫാക്ട് ഹി ഷുഡ് സ്റ്റാർട്ട് വിത്ത് CP രാമസ്വാമി അയ്യർ. അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. UDFിൽ ഒരാളെ പ്രശംസിക്കാന്ന് ഉദ്ദേശിച്ചു. അതാണ് ഉമ്മൻചാണ്ടിയുടെ പേരെഴുതുക. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഈ ബഹളത്തിൻ്റെ സമയത്ത് മുഖ്യമന്ത്രിയായി 5 വർഷം ഇരുന്ന ആളാണ് അച്യുതാനന്ദൻ. അച്യുതാനന്ദനെയാണ് ഡൽഹി നമ്മുടെ കേരള ഹൗസിൽ വെച്ച് അദാനിയുമായിട്ട് കണ്ടു രഹസ്യമായിട്ട്. അത് പരസ്യമായി അത് കൂടെ നാണക്കേടായി വൃത്തികേടായി. അദാനി പറഞ്ഞു, ഞാൻ അങ്ങേരെ മുഖ്യമന്ത്രിയാണ്, എനിക്ക് കാണണ്ടേ, അങ്ങേരെ പ്രോജക്റ്റ് ഇരിക്കുകയില്ലേ എന്നൊക്കെ പറഞ്ഞു. അച്യുതാനന്ദൻ ബബ്ബ എന്ന് പറഞ്ഞു. അച്യുതാനന്ദന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരും അങ്ങനെയാണെങ്കിൽ അച്യുതാനന്ദൻ്റെ പ്രയത്നം, ഉമ്മൻചാണ്ടിയുടെ ആത്മസമർപ്പണം, നയനാറുടെ തള്ള്, മറ്റേയാളുടെ കൊള്ള്, ഇതൊക്കെ അത് നമുക്ക് മനസ്സിലാവും. ഇതൊന്നുമില്ലാതെ വെറുതെ ഒരു വരി, അതൊരു പാരഗ്രാഫാണ്, ഒറ്റ വരി ഒരു പാരഗ്രാഫാണ്. അതിലാണ് ഈ ആത്മസമർപ്പണം എന്നുള്ള വാക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ നദി അങ്ങോട്ട് ഒഴുകുന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് മുസ്ലിം ലീഗ് എന്ന കടലിലേക്കാണ് എന്ന് തോന്നി. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി അങ്ങേര് പോകുന്നില്ലെങ്കിൽ വേണ്ട, എനിക്കിതിൽ വിരോധമൊന്നുമില്ല. എന്തായാലും ഷംസീറിൻ്റെ ആത്മസമർപ്പണം എങ്ങോട്ടാണെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.